ഞാൻ ഓർക്കുന്നുണ്ട് ഈ വീക്കെൻഡ്സ് ഒക്കെ ആകുമ്പല്ല അന്നൊക്കെ പുട്ടിന്റെ പൊടിയൊന്നും കിട്ടൂലല്ലോ. അപ്പം അന്ന് എൻ്റെ അടുത്ത് ഒരു പ്രായമുള്ള സ്ത്രീയോട് നാണിയമ്മ എന്ന് പറഞ്ഞു, ബ്ലെസ് ഹർ സോൾ. ഐ മീൻ ഷി വാസ് വിത്ത് us for about 13 years. ബോംബെ തന്നെ? ബോംബെ തന്നെയായിരുന്നു. അല്ല, കണ്ണൂക്കാരത്തിയായിരുന്നു, പിന്നെ ബോംബെയിലായിരുന്നു. അവർ ഞങ്ങളുടെ കൂടെ ആയിരുന്നു ചെറുപ്പത്തില്. അപ്പൊ അന്ന് വീക്കെൻഡ് പരിപാടിയൊക്കെ എന്തുവാ, ഈ അരിയൊക്കെ ഇങ്ങനെ നനച്ച് വെച്ച് പിന്നെ ആ പുട്ടിന്റെ പൊടി നമ്മൾ അപ്പൊ മമ്മി കുറച്ചിടിക്കും, ഞാൻ കുറച്ചിടിക്കും, അങ്ങനെ ചെറിയ ചെറിയ സംഗതികൾ ചെയ്തങ്ങ് ശീലമായി. പിന്നെ പപ്പ ഒരു ലൈറ്റ് വല്ലതും മാറ്റുകയാണെങ്കിൽ ഇത് ചെയ്യണമെങ്കിൽ അത് ചെയ്യണമെങ്കിൽ there was no gender roles in our house. അപ്പൊ ഞാൻ എല്ലാം കണ്ടു പഠിക്കും. ഇപ്പോഴും അത് തന്നെയാണ്. ഞാനൊരു കാർപ്പൻറ്ററോ പ്ലംബറിനെ വിളിച്ചാൽ സമയത്തിന് വരുന്നെങ്കിൽ ഞാൻ എൻ്റെ പണി തുടങ്ങും. കാരണം വെയിറ്റ് ആർക്കും വെയിറ്റ് ചെയ്യാനുള്ള അതിനൊരു ക്ഷമയില്ല. അപ്പൊ പിന്നെ നമ്മളങ്ങ് തുടങ്ങും. ഇപ്പൊ ഞാൻ കുറച്ചു കാലം മുമ്പ് ഇന്റർവ്യൂ ചെയ്തത് നദിയുടെ വീട്ടിൽ പോയിട്ട് എനിക്ക് ഇപ്പോഴും ഒരു ഓണത്തിന് അല്ല ഓണം ഇപ്പൊ ഈ വീട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോർഡ് ഉണ്ട് ഫ്രിഡ്ജിന്റെ അടുത്ത്. ആ ബോർഡിന്റെ കഥ ഒന്ന് കേൾക്കട്ടെ. താങ്കൾ ഇൻസ്റ്റയിൽ ഞാൻ അത് കണ്ടിട്ടുണ്ട്. എന്റെ വളരെ ക്ലോസ് ആയിട്ട് ഫ്രണ്ട് പറഞ്ഞു, എനിക്ക് ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ബോർഡ് വേണമെന്ന്. അതൊത്തിരി